നമസ്കാരം. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് കാഹളം മുഴങ്ങിയ അന്ന് തന്നെ വ്യക്തമായ ഓരോ നീക്കങ്ങളും ബി.ജെ.പി നടത്തുന്നുണ്ട്. കൃത്യമായ പഠനങ്ങൾ നടത്തിയതിന് ശേഷമാണ് ഇക്കുറി ബി.ജെ.പി ഓരോ സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ബി.ജെ.പിയുടെ ടാഗ് ലൈൻ എന്നത് മാറാത്തത് മാറുമെന്ന മുദ്രാവാക്യം പ്രവർത്തകർക്ക് ഇടയിലും കേരളത്തിലെ ജനങ്ങളുടെ ഇടയിലും വലിയ രീതിയിൽ സ്വീകാര്യത നേടിയിട്ടുണ്ട്. സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തി ബി.ജെ.പി ഈ തിരഞ്ഞെടുപ്പിൽ ഓരോ നിർണായക മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത്. ബി.ജെ.പി വിജയിച്ചാൽ വാർഡുകളിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് QR സ്കാൻ ചെയ്താൽ അടുത്ത 5 വർഷത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ, എന്തൊക്കെ വികസനങ്ങൾ കൊണ്ടുവരുമെന്ന് ബി.ജെ.പി വ്യക്തമായി തന്നെ അതിൽ പറയുന്നുണ്ട്. പ്രതിപക്ഷത്തെ പോലെയോ ഇടതുപക്ഷത്തിനെ പോലെയോ ഓരോ വാഗ്ദാനങ്ങൾ മാത്രം നൽകി ജനങ്ങളെ വഞ്ചിക്കുന്ന രീതി ഒന്നും ബി.ജെ.പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല എന്ന് ഉറപ്പു തരികയാണ് ബി.ജെ.പി. കേന്ദ്ര സർക്കാരിന്റെ ഓരോ പദ്ധതികളും നടപ്പിലാക്കുമെന്ന് ഓരോ ബി.ജെ.പി സ്ഥാനാർത്ഥിയും ഉറപ്പു നൽകിയിരിക്കുകയാണ്. നിലവിൽ കൊച്ചി കോർപ്പറേഷന്റെ കരിപ്പാലം വാർഡിൽ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് ശ്രീനി ചന്ദ്രനാണ് മത്സരിക്കുന്നത്. നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് ശ്രീനി ചന്ദ്രൻ. കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷന്റെ ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 4-ാം ഡിവിഷൻ കരിപ്പാലം വാർഡിൽ നിന്നും NDAയുടെ സ്ഥാനാർത്ഥിയായി ജനവിധി തേടുകയാണ്. ഞാൻ ജനിച്ചതും വളർന്നതും ഇവിടെ തന്നെയാണ്. ആയതിനാൽ തന്നെ ഞാൻ അറിയുന്ന ആളുകളാണ് ഇവിടെയെല്ലാം. ഈ വരുന്ന ഡിസംബർ 9 നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്നെ താമരയുടെ അടയാളത്തിൽ, താമര എന്ന ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ആയതിൻ്റെ ആവശ്യമെന്ന് വെച്ചാൽ ജനക്ഷേമ പദ്ധതികൾ ധാരാളം കേന്ദ്ര സർക്കാർ, ബഹുമാനപ്പെട്ട മോദിജി നമുക്ക് വേണ്ടി നടപ്പിലാക്കുന്നുണ്ട്. ആയതിൽപ്പെട്ടതാണ് ജൻ ഔഷധിയും, പിന്നെ അതുപോലെ തന്നെ പാവങ്ങൾക്കുള്ള അന്നയോജനയുമെല്ലാം. അപ്രകാരമുള്ള പല പല പദ്ധതികൾ നമ്മുടെ കയ്യിലെത്തുന്നത് വളരെ ചുരുക്കമാണ്. ആയതെല്ലാം ജനക്ഷേമ പദ്ധതികളെല്ലാം തന്നെ നമുക്ക് ലഭിക്കണമെങ്കിൽ ശക്തമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് വേണ്ടത്. അതിനുവേണ്ടി ബി.ജെ.പിയിലെ തന്നെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണം. ആയതിനായി താമര എന്ന ചിഹ്നത്തിൽ തന്നെ എല്ലാവരും വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഓരോ കാര്യങ്ങൾക്കും വേണ്ടി നമുക്ക് മറ്റു വാർഡുകളിലെ സമീപിക്കേണ്ടുന്ന അവസ്ഥയാണ്. ഈ സേവാ കേന്ദ്രമാവട്ടെ, എങ്കിലൊരു ജൻ ഔഷധി ആകട്ടെ, അവയൊന്നും നമ്മുടെ വാർഡിലില്ല. ആയത് നമുക്ക് ലഭിക്കണമെങ്കിൽ, അത്തരമൊരു മാറ്റങ്ങൾ വരണമെങ്കിൽ, മാറാത്തത് മാറണമെങ്കിൽ വോട്ട് ചെയ്യേണ്ടുന്നത് താമര എന്ന അടയാളത്തിൽ തന്നെയായിരിക്കും. വിജയം നേടിയാൽ സ്ത്രീകളുടെ ഉന്നമനത്തിനായി നടപ്പിലാക്കേണ്ട ഓരോ പദ്ധതികളും നടത്തുമെന്നും ബി.ജെ.പി സ്ഥാനാർത്ഥി ഉറപ്പു നൽകുന്നുണ്ട്. നിലവിൽ ബി.ജെ.പി വാർഡിൽ വിജയിച്ചാൽ മത്സ്യബന്ധന തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾക്കും അടിയന്തര പ്രാധാന്യം നൽകുമെന്ന് ഉറപ്പു നൽകുകയാണ്. കൂടാതെ ഇടത് വലതും മാറി മാറി ഭരിച്ചിട്ടും പരിഹാരം കാണാത്ത മാലിന്യ പ്രശ്നങ്ങൾക്കും വെള്ളക്കെട്ടിനും ഒരു പരിഹാരം കാണുമെന്നും ബി.ജെ.പി ഉറപ്പു നൽകുകയാണ്.